ഹലോ ഗൈസ്, നമ്മൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ട്രയംഫ് വയനാട് ഓഫ് റോഡ് എക്സ്പീരിയൻസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ട്രയംഫ് നടക്കുന്ന ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് തികച്ചും ഫ്രീ ആണ്. അവരുടെ ആഡ് കണ്ടിട്ട് അതിൽ അവർ തന്നിട്ടുള്ള കോൺടാക്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഗൂഗിൾ ഫോം തരും. അത് ഫില്ല് ചെയ്താൽ മതി. നമുക്കിത് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. നമുക്ക് ആദ്യം രജിസ്ട്രേഷൻ്റെ അങ്ങോട്ട് പോയി നോക്കാം. ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കുറേ റൈഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഓഫ് റോഡ് സെഷൻ നടക്കുന്ന ട്രാക്ക് പറഞ്ഞാൽ എങ്ങനെയാണ്, നേരെ അവിടെ നിന്ന് പോയി ഒരു റൈറ്റ് ടേൺ, വീണ്ടും ഒരു റൈറ്റ് ടേൺ, നേരെ ഇങ്ങനെ വന്നൊരു യു ടേൺ, പിന്നെ ഒരു ലെഫ്റ്റ് ടേൺ അടിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു സർക്കിളാണ്. അങ്ങനെയാണ് ട്രാക്ക് വരുന്നത്. നല്ല സ്ലിപ്പറിയാണ്. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്ന സമയമായതുകൊണ്ട് റൈഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 3 മാർഷൽസ് നിർത്തിയിട്ടുണ്ട്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. ചെളിയിൽ നിന്നൊക്കെ ആൾക്കാരെ എടുത്ത് വിടുകയാണ്. ബ്രോ, വീഡിയോയിലൊരു ഹായ് പറയോ? അതാ വണ്ടി സൈഡായി. സ്ലഡ്ജ് പോലെ നിറഞ്ഞതാണ് ട്രാക്ക്. നമുക്ക് ഇവിടെ 4 വണ്ടികളാണുള്ളത്. അതിൽ ഒന്ന് സ്പീഡ് 400, ബാക്കി പറഞ്ഞ 3 സ്ക്രാം 400 ഉണ്ട്, പിന്നെ ട്രാക്കർ 400 ഉണ്ട്. സ്പീഡ് 400-ൽ റോഡ് ടയേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ട്രാക്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പോകാൻ വേണ്ടിയിട്ട്. ട്രാക്കറിലും സ്ക്രാമ്പിലുമാണ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഓഫ് റോഡ് ഓറിയൻറ്റഡ് ടയർ വരുന്നത്. ഞാൻ എന്തായാലും ട്രാക്കർ അല്ലെങ്കിൽ സ്ക്രാം ആയിരിക്കും ഓടിക്കുന്നത്. ഫ്രണ്ട് മഡ്കാട്ടിൽ ചെളി നന്നായിട്ട് കയറിയിട്ട് വീല് സ്റ്റക്കായി പോയിട്ടുണ്ട്. അപ്പം ചെളി തട്ടി ഇളക്കിയിട്ടും വീല് ഇളങ്ങില്ല. അപ്പോൾ നമ്മൾ ട്രാക്കറിൻ്റെ ഫ്രണ്ട് മഡ്കാട് ഊരെയാണ്. നല്ല എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട് ചെറിയൊരു റൈഡർ ബ്രീഫിംഗ് ഉണ്ട്. അടുത്ത ബ്രീഫിങ്ങിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ടെക്നിക്സ് കറക്റ്റ് അല്ല എങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കുന്നത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ബേസിക്. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ടെക്നിക്ക് കറക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് ടെക്നിക്സ് മാത്രം പറഞ്ഞു തരാം. അതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളിവിടെ ഓടിക്കാം. ബ്രേക്ക് ചെയ്യാൻ ഇങ്ങനെ ഇത്രയും ഫ്ലഷ് ആയിട്ട് കിടക്കുക അല്ലെങ്കിൽ ഗ്രാവലായിട്ട് കിടക്കുമ്പോൾ നിങ്ങൾ ഏത് ബ്രേക്ക് യൂസ് ചെയ്യാനോ കോൺഫിഡൻ്റ് ആയിട്ടുള്ള? ഫ്രണ്ട് ബ്രേക്ക് ആണോ, ബാക്ക് ബ്രേക്ക് ആണോ? ബാക്ക് ബ്രേക്ക്. എല്ലാവരും ബാക്ക് ബ്രേക്ക്. ഓക്കെ, ശരിക്കും ബാക്ക് ബ്രേക്ക് യൂസ് ചെയ്താൽ വണ്ടി നിൽക്കില്ല. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കാണ് ആക്ച്വലി നിങ്ങൾക്ക് വണ്ടി സ്റ്റോപ്പ് ആണെങ്കിൽ ഫ്രണ്ട് ബ്രേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിർത്താൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ബ്രേക്കും സ്ലൈഡ് ചെയ്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബാക്ക് ബ്രേക്ക് യൂസ് ചെയ്യാറുള്ളത്. എല്ലാം സ്ക്യൂസ് ചെയ്ത് മാത്രം ബ്രേക്ക് അപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് വാഷ് ഔട്ട് ആയി പോകില്ല. അതോടൊപ്പം തന്നെ 2 വിരൽ മാത്രം യൂസ് ചെയ്യുക. ബ്രേക്കിനായിരുന്നാലും ക്ലച്ചിനായിരുന്നാലും ഉള്ള ഇതിനെ ഡെത്ത് ഗ്രിപ്പ് എന്നാണ് പറയുന്നത്. ഈ 4 വിരലും വെച്ച് ഇങ്ങനെ പിടിക്കുന്നത്. റോഡിൽ തന്നെ നമ്മളൊരു ഗട്ടറിലോട്ട് വീഴുകയാണെങ്കിൽ പെട്ടെന്ന് കൈ തന്നിപ്പോവും. ഇപ്പം നമ്മുടെ വണ്ടികളിൽ അത്രയും ടയർ പ്രഷർ കുറവല്ല. ട്രാക്ഷൻ കിട്ടാനല്ല ശരിക്കും ടയർ പ്രഷർ കുറയ്ക്കുന്നത്, ഇമ്പാക്ട് ടയറിന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം ടയറിൽ എയർ ഉണ്ടാവും അത്രയും ഇമ്പാക്ട് സസ്പെൻഷനിൽ കയറും. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ടയർ പ്രഷർ കുറച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഇമ്പാക്ട് വ്യത്യാസം തോന്നും. അതിൽ നമ്മുടെ ടയറിൽ പ്രഷർ കുറയ്ക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഒരു 5 PS ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. 5 PSന്റെ താഴെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നിൽ റിമ്മ് ബെൻഡാവും, അല്ലെങ്കിൽ ടയർ പോപ്പായി പുറത്ത് വരും. ശരിക്കും ഓടിക്കേണ്ടത് എണീറ്റ് നിന്നാണ് ടെക്നിക്കൽ സെഷൻസ് എല്ലാം ഓടിക്കേണ്ടത്. പക്ഷേ എണീറ്റ് നമ്മൾ ഫുൾ ഓടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ടയർഡാവും. കാരണം വെച്ചാൽ നമ്മൾ എണീറ്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മസിൽ ഇവിടുത്തെ എല്ലാ വലിയ മസിൽ ഗ്രൂപ്പ് എല്ലാം ആക്റ്റീവ് ആണ് എണീറ്റ് നിന്ന് ഓടിക്കുമ്പോൾ. ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു സെഷനാണെന്ന് വിചാരിച്ചോ. അത് എണീറ്റ് നിന്ന് ഓടിക്കുമ്പോഴാണ് നമുക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എണീറ്റ് നിന്ന് ഓടിക്കുന്നത് നമ്മളെപ്പോഴും പെട്ടെന്ന് ടയർഡാക്കും. അപ്പോൾ ഓഫ് റോഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞത് ലോവർ ബോഡി വെച്ചിട്ട് വണ്ടി ഓടിക്കണം. ലോവർ ബോഡി വെച്ചിട്ട് തന്നെയാണ് എവിടെയാണെങ്കിലും വണ്ടി ഓടിക്കേണ്ടത്. റോഡിലും ഓഫ് റോഡിലും വണ്ടി ഓടിക്കണം ലോവർ ബോഡിയാണ്. അപ്പർ ബോഡി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കണം, ഫ്രീ ആയിരിക്കണം. ഇന്ന് നിങ്ങൾക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഇങ്ങനെയാണോ ഓടിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ഓടിച്ചാലോ? ഓടിക്കുന്നതാണ് കുറച്ചുകൂടെ ഫൺ. കഥ കേൾക്കുന്ന ഒരു ഫണ്ണായിട്ടുള്ള പരിപാടിയാണ് ഓടിക്കാൻ. അപ്പോൾ എൻ്റെ ടേൺ കഴിഞ്ഞു. ഇതിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും വെർത്തിട്ടാണ്. ട്രയംഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതിൽ. ബ്രോ ആണ് ഇന്നത്തെ മെയിൻ പുള്ളി. നമുക്ക് വേണ്ട ബേസിക് ഇൻസ്ട്രക്ഷനും എല്ലാം ഗൈഡൻസ് തന്ന് എല്ലാവരും ഇതേപോലെ ഇവരെല്ലാവരെയും ഗൈഡ് ചെയ്യുന്ന ചേട്ടനാണ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ശ്യാമെന്നാണ്. അപ്പോൾ ചേട്ടൻ വലിയ എക്സ്പീരിയൻസ്. നല്ല ട്രയംഫിനും ചേട്ടനും വെരി താങ്ക്സ്. എന്താ ചെയ്യുന്നത്? എനിക്ക് ഒരു 2 കമ്പനി. അല്ലാതെ മോട്ടോക്രോസ് ആയിട്ട് എങ്ങനെ? ഇല്ല, ഞാൻ പിന്നെ ഇത് പാഷൻ്റെ. അപ്പോൾ നമ്മളെപ്പോലെ ചെയ്യാൻ പ്രോയിക്കാം. മൈ ഹെൽമെറ്റ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. മൈ ഹെൽമെറ്റ് സ്റ്റോറീസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചേട്ടൻ്റെ പേജ് കയറി ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക, അടിപൊളിയാക്കുക. അപ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെടാ, കാണാം.
കഴിഞ്ഞ പ്രാവശ്യം വീഴാത്ത ഉണ്ടായിരുന്നു. അപ്പൊ ഗായ്സ് വീണ്ടും എല്ലാരും മറക്കോ ചാടാൻ പോവാണ്. ആരും പേടിക്കണ്ട. ഒന്നി പഠിച്ച മൂന്നാ മാറ് മാറ് മാറ്. അങ്ങനെ ഇപ്പോൾ കേസ് ഞാൻ രണ്ടാമത്തെ സെഷനും ഓടിച്ച് കഴിഞ്ഞ് അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ അവസാനിക്കുകയാണ്. ബാക്കി ആൾക്കാർ കുറേ പേര് ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവരും സേഫായിരിക്കുക, ഹെൽമെറ്റൊക്കെ വെച്ച് വണ്ടി ഓട്ടിക്കുക. അപ്പം ബൈ ബൈ ഫ്രം ബൈക്കിംഗ് വിത്ത് ജോയൽ.